ഹലോ, വെൽക്കം ടു ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേണിംഗ്. ഈ വീഡിയോ ഞാൻ മലയാളത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, കാരണം ഇംഗ്ലീഷിൽ മറ്റൊരു വീഡിയോ ഉണ്ട്. ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ. ഡീറ്റെയിൽഡ് വീഡിയോ അത് ഇതിൻ്റെ ഈ കോഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻഡിവിജ്വലായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, നൗ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനുള്ളതാണ്? ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്തമാറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട്സോ കരിക്കുലോ ഒന്നും അല്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഫണ്ടമെൻ്റൽസ്, മാത്തമാറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് മാത്രം പഠിപ്പിക്കാനുള്ളത്, അല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് പഠിപ്പിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ഇത് ആർക്കുള്ളതാണ്? ഇത് 7, 8, 9, 10 എന്നീ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. 7ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉള്ള ട്യൂഷൻ അല്ല. കാരണം എലിമെൻ്ററി മാത്തമാറ്റിക്സ് അറിയുന്നവർക്ക് മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. എലിമെൻ്ററി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, 2+5 7 അതറിയണം, അല്ലെങ്കിൽ 10 - 6 4 അതൊക്കെ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഈ ഫണ്ടമെൻ്റൽസ് പഠിക്കാൻ പറ്റുള്ളൂ. ഓരോരോ ലെവൽസ് ആണല്ലോ ഇതിനൊക്കെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 3 കോഴ്സസാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി. നമ്പർ മാനേജ്മെൻറ്റ്, വേരിയബിൾ മാനേജ്മെൻറ്റ്, ഇക്വേഷൻ മാനേജ്മെൻറ്റ്. ഈ എന്താണ് നമ്പർ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ? നമ്പർ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്പേഴ്സിനെ പറ്റിയുള്ള മാത്തമാറ്റിക്സ്. അതായത് അതിനൊരു എക്സാമ്പിളാണ് 1 + 2 + 3 = 6. പക്ഷേ വാട്ട് ഈസ് 1 - 2 - 3? ഇതറിയാത്ത എത്രയോ പേരുണ്ട്. ഈവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് 1 - 2 - 3 എന്ന് ചോദിച്ചിട്ട് അതിന് ആൻസർ പറയാത്തവരുണ്ട്. കറക്റ്റ് തെറ്റി പറയുന്നവർ എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് കണ്ടതുകൊണ്ടാണ് ഈ കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഫണ്ടമെൻ്റൽസ് എത്രയോ കുട്ടികളുണ്ട് പല സ്കൂളിലും ഫണ്ടമെൻ്റൽസ് അറിയാത്തവർ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ. അതേമാതിരി മറ്റൊരു എക്സാമ്പിൾ, വേരിയബിൾ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് 19 - 2x² = 1. വാട്ട് ഈസ് എക്സ്? അതായത് 19 - 2x² = 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര? ഇവിടെ എക്സ് ഒരു വേരിയബിളാണ്. ആ വേരിയബിളിന് ഒരു ഫിക്സ്ഡ്, ഈ ഇക്വേഷനിൽ ഒരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ടോ? ആ വാല്യൂ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതൊക്കെ ഫണ്ടമെൻ്റൽസ് മാത്തമാറ്റിക്സാണ്. അപ്പോൾ അത് എന്താണ് വേരിയബിൾ? ആ വേരിയബിളിൻ്റെ എന്താണ് ഈ വേരിയബിൾ എന്നുള്ളത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പുള്ള വേരിയബിളാണ്, എങ്ങനെയാണ് വേരിയബിളിൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് വന്നാൽ എങ്ങനെ കാണേണ്ടതെന്നൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി മൂന്നാമത്തെ ഒരു കോഴ്സാണ് ഇക്വേഷൻ മാനേജ്മെൻറ്റ്. എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ, 2a + 3b = -8. 3a - 2b = 1. അപ്പോൾ a എത്ര, b എത്ര? ഇതെല്ലാം സിംപ്ലസ്റ്റ് ഇക്വേഷനാണിത്. ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഇക്വേഷന് നിങ്ങൾക്ക് എയും ബിയും ആൻസർ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിയില്ല എന്ന് ഉറപ്പായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ അറിയുമോ, ഇത് നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽസ് അറിയുമെന്നില്ല നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാം. അതിന് ആണ് ഞങ്ങൾ ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കോഴ്സിൽ ടോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ, വെബ്സൈറ്റിൽ ടോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ്. ഈ 3 കോഴ്സിനും സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽസ് അറിയില്ല എന്നല്ല. അതുകൊണ്ട് ഈ കോഴ്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സാധാരണ സ്കൂൾ ക്ലാസ്സിലെടുക്കുന്നതും അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലെടുക്കുന്നതും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബേസിക് മാത്തമാറ്റിക്സ്. ഓക്കെ, അത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഞങ്ങളൊരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ന്യൂമാത്ത്, NUMATH, ന്യൂമാത്ത്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫണ്ടമെൻ്റൽസ് പഠിപ്പിക്കുന്നത്. കാരണം സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഫണ്ടമെൻ്റൽസ് പലർക്കും
മനസ്സിലാകുന്നില്ല, അതല്ലെങ്കിൽ അവർ പഠിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ല, അവർ സ്കിപ്പായി പോയി. ഇനിയിപ്പോൾ അവർക്ക് പഠിക്കണമെങ്കിൽ അത് സെപ്പറേറ്റ് കോഴ്സ് പോകണം. സെപ്പറേറ്റ് ഒരു കോഴ്സ്, ഈ ഫണ്ടമെൻ്റൽസ് പഠിപ്പിക്കുന്ന സെപ്പറേറ്റ് കോഴ്സ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ആ പണ്ടത്തെ മെത്തേഡിൽ തന്നെ പഠിപ്പിക്കുക, ആ കുട്ടികൾ വീണ്ടും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ സിമ്പിളായിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിച്ചത്, ന്യൂ മാത്ത്. അതിൽ കറക്റ്റായിട്ട് ആ സീക്വൻഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എന്താണ്. അതായത് 2 മൈനസ് -5 അതെങ്ങനെ കണ്ടുപിടിക്കുക, അത് ബൈഹാർട്ട് പഠിക്കാൻ നിങ്ങൾ പലരും ബൈഹാർട്ട് പഠിക്കുന്നത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണമെന്ന്. അതല്ല, അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ ബേസിക് മാത്തമാറ്റിക്സ്. ഇനി ഈ ബേസിക് മാത്തമാറ്റിക്സ് അറിഞ്ഞില്ലേ എന്താ കുഴപ്പമൊന്നുമില്ലേ, ഇത് ഈ ബേസിക് മാത്തമാറ്റിക്സ് അറിഞ്ഞില്ലേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹയർ ക്ലാസ്സിൽ. അതിനാണ് ബേസിക് മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ ബേസിക് മാത്തമാറ്റിക്സ് കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് പാസ്സാകാൻ പറ്റില്ലേ, മാത്തമാറ്റിക്സ് പാസ്സാകാൻ പറ്റില്ല. മാത്തമാറ്റിക്സ് പാസ്സാണെങ്കിൽ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കണം. ക്ലാസ് മനസ്സിലാകാനുള്ള ഒരു പ്രിപ്പറേഷനാണിത്. അല്ലെങ്കിൽ ഇതറിയില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്നൊന്നും മനസ്സിലാക്കി നിങ്ങൾ ഒരിക്കലും പാസ്സാവില്ല. ഓക്കെ, അത് ഞങ്ങളുടെ വെബ്സൈറ്റ് ൻ്റെ അഡ്രസ്സാണ് www.mathsfailed.com www.mathsfailed.com. ഈ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ആദ്യം വെബ്സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കുക, എന്നിട്ട് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കണം, നിങ്ങൾക്ക് ബേസിക് അറിയില്ല, പഠിക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എനിത്തിങ് എൽസ്? സോ ഇത് ആർക്കൊക്കെയുള്ള ഞാൻ പറഞ്ഞല്ലോ, 7, 8, 9, 10 സ്റ്റുഡൻസ് ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് ടാർഗറ്റ് ചെയ്താണ് കോഴ്സ്. പക്ഷേ അവർക്ക് മാത്രമല്ല ആർക്കും വേണേൽ പഠിക്കാം. ബേസിക് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റിൽ ആർക്ക് എത്ര വയസ്സുള്ള ഏത് കോഴ്സിന്, ഇനിയിപ്പോൾ BA, BCom, MCom ആർക്ക് വേണേലും ഈ കോഴ്സ് പഠിക്കാം. ആദ്യം നിങ്ങളെ അസസ് ചെയ്യുക, എന്നിട്ട് തീരുമാനിക്കുക കോഴ്സിന് ജോയിൻ ചെയ്യണോ ചെയ്യേണ്ടതില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.